ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം അതിൻ്റെ 11 വാക്യം ഞാൻ വായിക്കുന്നു. ഇസ്രായേൽ ജോസഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. യാക്കോബിൻ്റെ അന്ത്യനിമിഷങ്ങൾ ആണ് 48 അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. ജോസഫും തൻ്റെ 2 പുത്രന്മാരുമായി പിതാവിനെ കാണുവാൻ ചെല്ലുമ്പോൾ യാക്കോബ് ജോസഫിനെ കുറിച്ച് പറയുന്ന കുറേ വാക്കുകളാണ് ധ്യാന ചിന്തയിൽ ഇന്ന് പകൽക്കാലം നമ്മൾ എടുക്കുവാനിടയായി തീർന്നത്. യാക്കോബ് അവിടെ പറയുകയാണ്, നിന്നെ കാണും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. നമ്മൾ യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ ഒരല്പം പുറകോട്ട് ഇറങ്ങി ചിന്തിച്ചാൽ തകർന്നുപോയ ഒരു കുടുംബം നമുക്ക് കാണുവാനിടയായിത്തീരും. കാരണം തൻ്റെ ഭാര്യ നഷ്ടപ്പെടുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പദനാരാമിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് എഫ്രാത്തിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. നോക്കണം, ജോസഫിൻ്റെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം ജോസഫിനെ വളരെ സ്നേഹത്തിൽ വാത്സല്യത്തിൽ വളർത്തിയതാണ് ഈ പിതാവ്. എന്നാൽ ജോസഫ് നഷ്ടപ്പെടുന്നു. അതിനുശേഷമായിട്ട് വീണ്ടും ആഹാരമില്ലാതെ കനാനിൽ ക്ഷാമമുണ്ടായപ്പോൾ ഈ തലമുറ മിസ്രൈമിലേക്ക് പോവുകയും അവിടെ വെച്ച് ശിമയോനെ അവിടെ നിർത്തുകയും, പിന്നീട് യാക്കോബ് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവൻ ആക്കുന്നു. ശിമയോനില്ല, ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോകും, സകലതും എനിക്ക് പ്രതികൂലം തന്നെ. അപ്പോൾ നോക്കണം, നിരാശയുടെ അടിത്തട്ടിലേക്ക് പോകുന്ന യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാണുവാനിടയായിത്തീരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. കുടുംബം തകർന്നു. തൻ്റെ ജീവിതത്തിൽ നിരാശയുടെ ഒരു വലിയ ഭണ്ഡാരമുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം ദൈവം മാറ്റി സന്തോഷവും അനുഗ്രഹവും തൻ്റെ കയ്യിലേക്ക് ദൈവം കൊടുക്കുന്നു. ജോസഫ് അയച്ച രഥത്തിൽ കയറി താൻ ചെന്ന് ജോസഫിനെ കാണുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിട്ടാണ് ജോസഫിനെ കാണുന്നത്. മാത്രമല്ല, തൻ്റെ 2 തലമുറയെ കാണുന്നു. ഇതെല്ലാം കാണുമ്പോൾ യാക്കോബ് പറയുകയാണ്, ജോസഫെ, നിന്നെ പോലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. തകർന്ന ജീവിതത്തിൽ നിന്നൊരു തിരിച്ചുകയറ്റം പ്രതീക്ഷിച്ചവനല്ല. എന്നാൽ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം കാണുവാൻ ജോസഫെ, നിന്നെ ഞാൻ കണ്ടു, നിന്റെ പദവി ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. 3, നിന്റെ തലമുറയെ ഞാൻ കണ്ടു. ഇതൊക്കെ കാണുവാൻ ദൈവം എനിക്ക് ഇട തന്നല്ലോ എന്ന ഒരു ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, ഇവിടെ നമുക്ക് കാണുവാനിടയായി തീർന്നത് പ്രതീക്ഷിച്ചതിന് മീതെ ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 വാഗ്ദത്തങ്ങൾ തുടരുന്നത്. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം യാക്കോബിലൂടെ, യാക്കോബിൻ്റെ സന്തതി പരമ്പരയിലൂടെ തുടരണം. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തങ്ങൾ തുടരുന്ന, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം അതിനെ നിയന്ത്രിക്കുന്നു എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. 3, സ്തോത്രം, നിരാശയെ അതിജീവിപ്പിക്കുന്നു ദൈവം. ഹല്ലേലൂയ. 4, തകർന്നുപോയ കുടുംബത്തിൻ്റെ പുനഃസ്ഥാപനം കാണാം ഇവിടെ. ഹല്ലേലൂയ, സ്തോത്രം. 5,
വിശ്വാസത്തിൻ്റെ പുനഃസ്ഥാപനം എന്ന് വെച്ചാൽ ചില മേഖലകളിൽ നിരാശയുടെ വാക്കുകൾ വന്നിട്ട് തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വിശ്വാസത്തിൻ്റെ പുനഃസ്ഥാപനം നമുക്ക് കാണുവാനിടയായിത്തീരുന്നുണ്ട്. സ്തോത്രം. 4 സ്തോത്രം. വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നവൻ എന്ന് വെച്ചാൽ വാഗ്ദത്തങ്ങൾ കൈമാറുന്നവൻ, തലമുറയെ കരം വെച്ച് അനുഗ്രഹിക്കുന്നവൻ എന്ന് വെച്ചാൽ നിരാശകളെ അതിജീവിച്ച് പ്രതീക്ഷകൾ കൈവന്ന യാക്കോബ് തൻ്റെ കരം വെച്ച് തലമുറയെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം സ്തോത്രം, പ്രതീക്ഷിച്ചതിലും ചിന്തിച്ചതിലും അപ്പുറം ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയ ഈ പകൽക്കാലം ധ്യാന ചിന്തയ്ക്കായി എടുത്തത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടിയനായ പുത്രനെന്ന് സ്തോത്രം വിളിക്കുന്ന ആ മനുഷ്യൻ തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ഒരു പ്രതീക്ഷയുമില്ല. അവൻ്റെ ചിന്തയിൽ ഇത്രയേ ഉള്ളൂ, അവൻ്റെ വയറ് വിശപ്പ് കൊണ്ട് മരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കൂലിക്കാരനെ പോലെ, സ്തോത്രം, ദാസനെ പോലെ പോലുമല്ല, കൂലിക്കാരനെ പോലെ ആക്കണമെന്നേ ഉള്ളൂ. എന്നാൽ സ്തോത്രം, അവനെ മകനെന്ന പദവിയിലേക്ക് തിരിച്ചു സ്വീകരിക്കുന്ന പിതാവിനെ നമുക്ക് കാണാം. ഹല്ലേലൂയ. മുടിയനായ പുത്രൻ, ഇളയ പുത്രൻ്റെ പ്രതീക്ഷകളേക്കാൾ, അവൻ്റെ ചിന്തകളേക്കാൾ, അവൻ്റെ വിചാരങ്ങളേക്കാൾ അപ്പുറമായിരുന്നു ആ പിതാവ് അവന് വേണ്ടി ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കിടക്കുന്ന ഇങ്ങനെയാണ്: നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി, സ്തോത്രം, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം, സ്തോത്രം, മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ലെന്ന് അവർ തന്നെ വിചാരിച്ചത്. അതിനപ്പുറമൊന്നില്ല. മിസ്രൈം കൊണ്ട് തങ്ങൾ തീരുമെന്ന് വിചാരിച്ചത്. എന്നാൽ അവരെ ചെങ്കടലുടെ കരയിൽ ചെന്നപ്പോൾ അവർ വിചാരിച്ചു ചെങ്കടൽ കൊണ്ട് തീരും. പ്രൈസ് ദി. അതിൻ്റെ അപ്പുറമില്ല. സ്തോത്രം. മരുഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ വിചാരിച്ചു മരുഭൂമിക്ക് അപ്പുറമില്ല. സ്തോത്രം. യോർദാന്റെ കരയിൽ വെച്ച് വിചാരിച്ചു യോർദാന്റെ അപ്പുറമില്ല. ഹല്ലേലൂയ. യെരിഹോവിൻ്റെ മതിൽ കണ്ടപ്പോൾ അവർ വിചാരിച്ചു അതിൻ്റെ അപ്പുറമില്ല. കനാനെ കണ്ടപ്പോൾ ഒറ്റുകാരായ ആളുകൾ പറഞ്ഞു അനാക്യമല്ലന്മാരുണ്ട്, അതികായകന്മാരുണ്ട്, അവരെയൊന്നും ജയിക്കാൻ നമുക്ക് കഴിയുകയില്ല. പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ചിന്തകൾ ഇങ്ങനെയാ, ഇതിൻ്റെ അപ്പുറമൊന്നുമില്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയില്ല. എന്നാൽ യാക്കോബ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പ്രതീക്ഷിച്ചത്, ഞാൻ വിചാരിച്ചത്, എൻ്റെ നര പാതാളത്തിലേക്ക് ഈ നിരാശയോടെ പോകുമെന്ന്. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും ഞാൻ വിചാരിച്ചതിലും ഞാൻ ചിന്തിച്ചതിലും അപ്പുറമായി ജോസഫേ, നിന്നെ മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, നിന്റെ തലമുറയെയും കാണുവാൻ എനിക്കിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നിരാശയുടെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് അപ്പുറം കാണാൻ കാഴ്ചപ്പാടില്ലാതെ ആരെങ്കിലും ഒരാൾ ഞരങ്ങുന്നുണ്ടെങ്കിൽ കർത്താവിന് പറയാൻ്റെ വാക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ചോദിക്കുന്നതിലും നീ നനയ്ക്കുന്നതിലും അപ്പുറമായി ചിലത് ചെയ്യാൻ കഴിവുള്ളവൻ നിന്റെ കൂടെയുണ്ട്. അവിശ്വസിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിരാശയോടെ തകർന്നു പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കുകയില്ല. അതിനപ്പുറം ചിലതുണ്ട്, അതിനപ്പുറം ചിലതുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം നിന്നെ കാണിക്കും. ഇന്ന് പകൽക്കാലം അത് കണ്ട് ദൈവത്തെ സന്തോഷിക്കുവാൻ കർത്താവ് നിങ്ങൾക്കിട തരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തകർന്ന കുടുംബവുമായും നിരാശയുടെ ജീവിതവുമായും, പ്രൈസ് ദി ലോർഡ്, പ്രതീക്ഷകൾ അസ്തമിച്ചവയായും നീ പോകുകയില്ല. പകരം നിന്നെ കൊണ്ട് തന്നെ, ഹല്ലേലൂയ, ദൈവം പറയിപ്പിക്കും. ഞാൻ വിചാരിച്ചതിനേക്കാൾ, ഞാൻ ചിന്തിച്ചതിനേക്കാൾ ശുഭകരമായ ചിലത് ദൈവം എനിക്ക് ചെയ്തു തന്നുവെന്ന് യാക്കോബിനെ കൊണ്ട് പറയിപ്പിക്കുക മാത്രമല്ല,
ശുഭതിയുടെ വാക്കുകൾ പറഞ്ഞ് തൻ്റെ തലമുറയെ അനുഗ്രഹിച്ച ശേഷമാണ് യാക്കോബ് വിടവാങ്ങിയത്. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ പ്രഭാതത്തിനായി സ്തോത്രം. നിരാശപ്പെട്ട് ഇതിൻ്റെ അപ്പുറം ചിലതില്ല എന്ന് പറയുന്ന ചിലർ എൻ്റെ മുമ്പിലുണ്ട്. സ്വർഗത്തിലെ ദൈവം അവരെ കൈയേൽക്കണമേ. അപ്പ, വിട വാങ്ങുന്നതിന് മുമ്പ് യാക്കോബ് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാക്കുകൾ പറഞ്ഞ് തൻ്റെ തലമുറയെ ഉറപ്പിച്ച് അനുഗ്രഹിച്ച് വിട വാങ്ങുവാൻ കാരണം കർത്താവെ, ഇന്നലകളിലെ അവൻ്റെ നിരാശകളെ മാറ്റി അവനെ ഉറപ്പിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തി ധൈര്യം പകർന്നു കൊടുത്ത് വിശ്വാസം വർദ്ധിപ്പിച്ച് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ നാവിൽ ധൈര്യം കൊടുത്ത എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ചിലരെ എഴുന്നേൽപ്പിക്കണമേ. ചിലരോട് സംസാരിക്കണമേ. ചിലരോട് ഇടപെടണമേ. പ്രതീക്ഷിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമായ ശുഭകരമായ നന്മകൾ ചെയ്യുവാൻ അങ്ങ് ശക്തനെന്ന് അവരുടെ ഉള്ളിൽ ഉറപ്പും ധൈര്യവും കൊടുത്ത് കർത്താവ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവ് അങ്ങനെ ചെയ്ത് ഓർത്തു സ്തോത്രം. അനുഗ്രഹീതമായൊരു ദിനം ജനത്തിന് കൊടുക്കുന്ന ഓർത്തു സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.